ഇങ്ങനൊരു സമയത്ത് ഇതുപോലൊരു ദുരന്തം ഉണ്ടായ സമയത്ത് ലാലേട്ടനെ പോലെ ഒരാൾ അവിടെ നേരിട്ട് ചെന്ന് അവരെ കണ്ട് അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരാൾ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് മലയാളികൾക്ക് ആർക്കും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ചേട്ടാ, ആദ്യമായിട്ട് അമ്മ സംഘടന ഒരു പത്രസമ്മേളനം നടത്തുന്നു. ഒരു പക്ഷേ ഇതിനു മുന്നേ നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷേ ഇതിനു മുന്നേ ആ യൂട്യൂബറിന്റെ ഭാഗത്തു നിന്ന് ഇതിലുള്ള ഒരുപാട് പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സിന് ഈ സിനിമാ താരങ്ങളെ വെച്ച് ഇപ്പോൾ ചേട്ടൻ കണ്ടിട്ടുണ്ടാവുമായിരിക്കും പല ഗ്രൂപ്പുകളും, വലിയ ഗ്രൂപ്പുകളിൽ മമ്മൂട്ടിനെയും ലാലേട്ടനെയൊക്കെ വെച്ചിട്ട് വളരെ വൾഗറായിട്ട് വരുന്ന ഫോട്ടോസും, ഞാൻ പേര് പറയുന്നില്ല ഗ്രൂപ്പുകൾ. അപ്പോൾ ഈ സിനിമാ താരങ്ങളെ വിമർശിക്കുന്നതിന് അല്ലെങ്കിൽ അത് റിവ്യൂ ചെയ്യുന്നതിനല്ല, അതിൻ്റെ അപ്പുറം കടന്നിട്ട് വരുന്ന ഇൻസൾട്ടിങ് കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ അമ്മ സംഘടന ഏറ്റെടുത്തപ്പോൾ അത് ഒരു പക്ഷേ ജനങ്ങൾ ഏറ്റെടുത്തു. അത് വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ച്. ലാലേട്ടൻ എന്തിനെ പറഞ്ഞതില്ല, കൈയടിച്ച് പോസ്റ്റ് അതിന് ഒരു ആക്ഷൻ എടുത്തപ്പോൾ അതിന് കൈയടിച്ചു. ചേട്ടൻ അതിനെ എങ്ങനെ നോക്കി കാണുന്നു? അല്ല, അത് വളരെ ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് വിമർശിക്കാം, നമുക്ക് ആരെ വേണേലും വിമർശിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ ഈ രാജ്യത്തുണ്ട്. പക്ഷേ അതൊരു അധിക്ഷേപിക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം അതൊരു ആവശ്യമില്ലാതെ ഇപ്പം അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാര്യം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും. ഇപ്പം മമ്മൂക്കയും ലാലേട്ടനും എന്നുള്ളതല്ല, ആരെയും ഒരു വ്യക്തി അങ്ങനെ ആവശ്യമില്ലാതെ പരിഹസിക്കുക, അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം പ്രത്യേകിച്ച് ഇത് വിമർശനം ഏൽക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ആയതുകൊണ്ടാണ് അതോ അത് വിമർശനങ്ങൾ വിമർശിക്കണം. നമ്മളാരും വിമർശനങ്ങൾക്ക് അതീതരല്ല, നമ്മളെല്ലാവരെയും വിമർശിക്കാം. ചേട്ടാ, ഒരാളൊരു സൈഡിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ലാലേട്ടനെ സംബന്ധിച്ചിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വേൾഡിലില്ല, ഇങ്ങനെ ഒരാളില്ല, അയാളുടെ സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല, ഒന്നും വിട്ട് കളഞ്ഞാൽ പോരെ എന്നൊരു ചോദ്യം. പക്ഷേ നമ്മളെപ്പോലെ നമുക്കൊരു സംഘടന ഉള്ളപ്പം ഞങ്ങൾക്കത് ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? നമുക്ക് നമ്മളത് ആലോചിക്കാം. അല്ലെങ്കിൽ ഇതിനു മുൻപ് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഓക്കെ, അത് അവരുടെ സ്വാതന്ത്ര്യം, അവർ പറഞ്ഞോട്ടെ. ഇപ്പം മമ്മൂക്കയും ലാലേട്ടനും അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ അവരത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ പറയാം, അങ്ങനെ പറഞ്ഞോ, അതെന്താ പറയട്ടെ, അതിനെന്താ, നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇവിടെ ചെയ്യാൻ, നമ്മളത് ചെയ്തുകൊണ്ട് പോകുന്നത്, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, അങ്ങനെ റിയാക്ട് ചെയ്യുന്നവരാണ് അവർ. പക്ഷേ ഇങ്ങനൊരു സമയത്ത് ഇതുപോലൊരു ദുരന്തം ഉണ്ടായ സമയത്ത് ലാലേട്ടനെ പോലെ ഒരാൾ അവിടെ നേരിട്ട് ചെന്ന് അവരെ കണ്ട് അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരാൾ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് മലയാളികൾക്ക് ആർക്കും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സിദ്ദിഖ് അത് അപ്പം തന്നെ അത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീർച്ചയായിട്ടും. ഇപ്പം എനിക്ക് തോന്നുന്നത് അമ്മയുടെ ഒരു പുതിയൊരു മുഖം തന്നെയാണ് ഇപ്പോൾ. വാണിംഗ് എന്നുള്ളതല്ല, നമുക്കിപ്പം എന്താണ് പരിധി കിടക്കരുത്. നിങ്ങൾ അവർക്ക് വിമർശിക്കാം, നമ്മളെ ആരെയും വിമർശിക്കാം, രാഷ്ട്രീയക്കാരെ വിമർശിക്കാം, സിനിമാക്കാരെ വിമർശിക്കാം. നമ്മളാരും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തരൊന്നുമല്ല. നമ്മളിപ്പം സിനിമ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെ സിനിമാക്കാർ അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ ജോലിയാണ്, മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് ആർക്കെങ്കിലും ഒരു 2 പടം ഹിറ്റായി കഴിയുമ്പോഴാണ് പുറത്തോട്ടിറങ്ങുമ്പോൾ ആളുകൾ മറ്റേ ആൾ ഇന്നയാൾ ഒരു സിനിമ ഇല്ലാതെ ഇപ്പോഴും റോട്ടിൽ കൂടെ നടന്നല്ലെങ്കിൽ ബസ്സിൽ കയറി പോകുന്ന എത്രയോ സിനിമാക്കാരുണ്ട്, എത്രയോ പണ്ട് കത്ത് നിന്ന് എത്രയോ ആളുകളുണ്ടെന്നറിയോ. അപ്പം നമ്മൾ ലൈം ലൈറ്റ് നിൽക്കുമ്പോഴാണ് എല്ലാവർക്കും നമ്മളെ കുറിച്ച് പറയാനും നമ്മളെ വിമർശിക്കാനൊക്കെ തോന്നുന്നു. അതൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഒരു പരിധിക്കപ്പുറം ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോഴാണ് സംഘടന നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. കേരളത്തിലെ വീഡിയോ കണ്ടന്റുകൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി നേടുക എന്നൊരു ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾ ഈ അമ്മ സംഘടനയിൽ ഈ ചെറുത്താനെതിരെ ഇങ്ങനെ ഒരു സാധനം എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഇത് എടുത്ത് ചർച്ച ചെയ്താൽ മാത്രമേ ആ ചെയ്തതിന് വിജയമുള്ളൂ, എങ്കിലാണ് പബ്ലിസിറ്റി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഏതൊരു പബ്ലിസിറ്റി ആണെങ്കിലും നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഈ കണ്ടന്റുകൾ ഇട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം. അപ്പോൾ ശരിക്കും നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഇത് വിട്ട് കളഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും പബ്ലിസിറ്റിയിലോട്ട് പോകില്ലായിരുന്നു. പക്ഷേ അതിനെ നമ്മളൊരു കേസായിട്ട് എടുത്തു കഴിയുമ്പോൾ ശരിക്കും നെഗറ്റീവ് പബ്ലിസിറ്റി എന്നൊരു വലിയൊരു പബ്ലിസിറ്റി കൊടുക്കാൻ. ഇത് ആർക്ക് പബ്ലിസിറ്റി കിട്ടുന്നോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിനകത്ത് നമ്മളുടെ ഇഷ്യൂ. നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഒരാവശ്യവുമില്ലാതെ ഒരാൾ നിരന്തരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് ഇതേപോലൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നു പറയുമ്പം അതുവഴി അദ്ദേഹത്തിന് മറ്റേ എതിർവശത്ത് നിൽക്കുന്ന ആൾക്ക് അതിനകത്ത് പബ്ലിസിറ്റി കിട്ടുമോ എന്നുള്ളതെല്ലാം നോക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നാളെ ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിൽ അധിക്ഷേപിക്കാൻ വരുമ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ട് കേട്ടോ, പോലീസ് കേസെടുക്കും, നമ്മളെ അറസ്റ്റ് ചെയ്യും, നമ്മളെ ലോക്കപ്പിലാക്കും എന്നുള്ളൊരു പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ചിലരെങ്കിലും അതിൽ നിന്ന് പിന്മാറുമല്ലോ. അതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യം മാത്രമല്ല. കാര്യം നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനും നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിന് മറികടക്കുമ്പോൾ സ്വാതന്ത്ര്യത്തെ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നിയമത്തിലൂടെ നമ്മളതിനെ നേരിടും എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.